നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ആദർശ്. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. മറ്റൊന്നുമല്ല, ബിഗ് ബോസിനെതിരെ ഒരു പരാതി കൊടുത്തിരുന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഈ 3-ാം തീയതിയായിരുന്നു പരാതി കൊടുത്തിരുന്നത്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിനും പിന്നെ നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ചീഫ് DGPക്കും. അപ്പം കഴിഞ്ഞ 3-ാം തീയതി കൊടുത്തതാണ്. ഇത്രയും ദിവസമായിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞു. ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അതിനെതിരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിരുന്നു. ഇന്നായിരുന്നു റിട്ട് അഡ്മിഷന് വേണ്ടി വന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ അതിൻ്റെ വാദം നടന്നു. കോടതി വളരെ ശക്തമായ നിലപാടാണ് ഈ പരാതിയിൽ എടുത്തിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിനോട് സ്ട്രിക്റ്റ് ആക്ഷൻ, ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ വയലേഷൻ നോക്കിയിട്ട് കോടതി ഓപ്പൺ കോർട്ടിൽ ഈ വയലേഷൻ്റെ വീഡിയോ, ഈ ഏഷ്യാനെറ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത ആ ഒരു അക്രമം സംപ്രേഷണം ചെയ്ത ആ എപ്പിസോഡിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഉണ്ടായിരുന്നു, അവർ പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചത്. അതാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. അത് ഓപ്പൺ കോർട്ടിൽ തന്നെ കോടതി അത് കാണുകയും അത് കണ്ടിട്ട് ആശ്ചര്യപ്പെടുകയാണ് ചെയ്തത്. കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരാണ് ഇത് കാണുന്നത്. കുട്ടികളെയൊക്കെ ഇത് എങ്ങനെ ബാധിക്കും, അവരെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ മെൻ്റലി അവരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലേ എന്ന് വളരെ ശക്തമായിട്ടാണ് കോടതി ചോദിച്ചത്. കാരണം ഇത് കുടുംബ പ്രേക്ഷകർ ഒന്നിച്ചിരുന്ന് കാണുന്നൊരു പ്രോഗ്രാമല്ലേ. അതിൽ ഇങ്ങനെ ഉള്ള സീനുകളും അല്ലെങ്കിൽ ഒബ്സീനായിട്ടുള്ള കണ്ടൻറ്റുകളും ഒക്കെ വളരെ ഒരു നിയന്ത്രണവുമില്ലാതെ എങ്ങനെ സംപ്രേഷണം ചെയ്യുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ കോടതി ശക്തമായ ഭാഷയിലാണ് ഇന്ന് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. സ്ട്രോങ് ആക്ഷൻ, സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കാൻ, ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയോട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് DGPക്കും നോട്ടീസ് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇവർക്കും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ്. പിന്നെ കേസിന് ഇപ്പം റീഓപ്പണിംഗ് ഡേ, ഇപ്പം നാളെ ഹൈക്കോടതി വെക്കേഷൻ അവധി തുടങ്ങിയാണ്. അപ്പം സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് റീഓപ്പൺ ചെയ്യുന്ന ഡേ ആയ മെയ് 20 തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനാണ്. ഇപ്പോൾ ഈ വയലേഷൻ, കോടതിക്ക് വയലേഷൻ നഗ്നമായ ലംഘനമാണെന്ന് ബോധ്യപ്പെട്ടു. ആ വയലേഷൻ വളരെ ഗുരുതരമാണെന്നുള്ള ബോധ്യം വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്ര സ്ട്രിക്റ്റായിട്ട് ആക്ഷൻ എടുക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു ആശ്വാസമുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു വാർത്ത വന്നതിന് ശേഷം പല കമൻസും ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ കമൻറ്റുകൾ വന്നിരിക്കുന്നത് ഈ പ്രോഗ്രാം നിർമ്മിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ എൻഡമോൾ ഷൈൻ ഇന്ത്യ ഇങ്ങനെയുള്ള വലിയ ഗ്രൂപ്പുകളാണ്, ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. അപ്പം എന്നിട്ട് ചില കമൻറ്റുകൾ പണത്തിന് മീതെ പരിധം പറക്കില്ല അങ്ങനെയുള്ളതൊക്കെ. ഇതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാർക്കുള്ള വിശ്വാസം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു വിധിയായിട്ട് ഇന്നത്തെ ഈ ഒരു ഇൻട്രീം ഓർഡറിനെ നമുക്ക് കാണാം. കാരണം കോടതി അത്ര ശക്തമായിട്ടാണ് ഇന്ന് നിലപാടെടുത്തിരിക്കുന്നത് ഈ ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ.